ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഞാൻ ഇതുവരെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഈന്തപ്പഴം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതോടൊപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ അരിച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള 1.5 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് ക്യാരറ്റാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് ഈന്തപ്പഴം ചോപ്പ് ചെയ്തത്, 1/3 കപ്പ് കാഷ്യൂനട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തത്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കേക്ക് ബേക്കായി വരുമ്പോൾ അടിയിലേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ്. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര മെൽറ്റായി നല്ല ഗോൾഡൻ കളറായി വരണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമൽ ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പഞ്ചസാര ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചിട്ടുള്ള 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നകന്ന് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പെട്ടെന്ന് തിളച്ച് കയ്യിലേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇനി ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഈ മുട്ട ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ട ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര 2-3 പാർട്ടായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഇനി പൊടിച്ചിട്ട് ചേർക്കണമെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതോടൊപ്പം തന്നെ കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 1/2 കപ്പാണ് കാരമൽ ചെയ്തിട്ടുള്ള പഞ്ചസാര കിട്ടിയിട്ടുള്ളത്. ഓയിലും പഞ്ചസാര കാരമലും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ക്യാരറ്റിൻ്റെയും ഡേറ്റ്സിൻ്റെയും നട്ട്സിൻ്റെയും കൂടെ ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പും കൂടി ചെയ്ത് കൊടുക്കാം. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്നിട്ട് കേക്കിന് മുകളിലായിട്ട് ഒരു 3-4 കാഷ്യൂനട്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യമേ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്ക് ബേക്കായി വരുമ്പോൾ താഴ്ന്നു പോകും. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു. കേക്ക് കറക്റ്റ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇത് നമുക്ക് പുറത്തെടുക്കാം. കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം.
കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ വെയിറ്റും കൂടി ഒന്ന് നോക്കാം. എല്ലാവരും ക്യാരറ്റ് ഈന്തപ്പഴം കേക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഈ വരുന്ന ക്രിസ്മസിന് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.